എല്ലാം സൃഷ്ടിച്ചത് ഒരു സൃഷ്ടാവാണെങ്കിൽ ആ സൃഷ്ടാവിനെ നിർമ്മിച്ചത് ആരാണ് എന്ന ചോദ്യം ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ കുറച്ച് സാധാരണക്കാരായ സുഹൃത്തുക്കളെ വെച്ചിട്ട് ഞാനൊരു പരീക്ഷണം ചെയ്തു. ആ പരീക്ഷണമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ 3-4 സുഹൃത്തുക്കൾ സാധാരണക്കാരായ സുഹൃത്തുക്കളാണ്. വളരെയധികം വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത, രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ചും വലിയ നോളജ് ഇല്ലാത്ത സാധാരണക്കാരായ, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കുടുംബം നോക്കുന്ന സാധാരണക്കാരായ ആളുകൾ. അതിൽ പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. ഇവരെ ഒരു 3-4 പേരുണ്ട്. അവരെ ഞാൻ വിളിച്ചിരുത്തി. ഓരോരുത്തരെയും വിളിച്ചിരുത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ നിങ്ങളോടൊക്കെ ഓരോ പേരുകൾ പറയും. ഓരോ വസ്തുക്കളുടേതായിരിക്കാം, ഓരോ ജീവികളുടേതായിരിക്കാം, എന്തിൻ്റെയൊക്കെ പേര് പറയും. ആ പേര് ഞാൻ പറയുന്ന സമയത്ത് ആ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന രൂപം എന്താണ്, ചിന്ത എന്താണെന്ന് എന്നോട് പറയണം. ഇതാണ് ഞാൻ അവരോട് പറഞ്ഞത്. കുറച്ച് നേരം കഴിഞ്ഞു. ഞാൻ അവരെല്ലാം വിളിച്ചിരുത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞു, കുതിര. ഇത് കേൾക്കുന്ന നിങ്ങളും എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന സമയത്ത്, ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നതെന്ന് നിങ്ങളും ചിന്തിക്കുക. ഞാൻ പറഞ്ഞു കുതിര. ഇത് കേട്ട സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും തലയാട്ടി. ഞാൻ ചോദിച്ചു, ഞാൻ കുതിര എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് വന്നത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ മനസ്സിൽ കുതിരയെക്കുറിച്ച് വന്നു. കുതിരയെക്കുറിച്ച് എന്താണ് വന്നത്? കുതിര ഓടുന്നത് വന്നു, കുതിരയുടെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള വലിയ മുടി വന്നു, വലിയ വാല് വന്നു. ഓക്കെ. അതിനുശേഷം ഞാൻ പറഞ്ഞു വെളുത്ത കുതിര. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും പറഞ്ഞു, നീ വെളുത്ത കുതിര എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ വെള്ളൊരു കുതിര വന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു മത്തങ്ങ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, മത്തങ്ങ എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിലുണ്ടായ മത്തങ്ങ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് വലുതാണ്, നിലത്തിങ്ങനെ പടർന്ന് കിടക്കും, മത്തങ്ങ ഉണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു മമ്മൂട്ടി. അവർ പറഞ്ഞു മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലത് വന്നു. അപ്പോൾ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഞാൻ പറഞ്ഞു, ബിഗ് ബി സിനിമ, ആ സിനിമയിലെ മമ്മൂട്ടി. അപ്പോൾ അവർ പറഞ്ഞു മമ്മൂട്ടീനെ കുറിച്ച് ആദ്യം ചിന്ത വന്നെങ്കിൽ ബിഗ് ബി സിനിമയിലെ മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോൾ ടോട്ടലി ലുക്കൊക്കെ മാറി മനസ്സിൽ. ഓക്കെ. ഞാൻ പറഞ്ഞു നക്ഷത്രം, ചന്ദ്രൻ, സമുദ്രം, ഇങ്ങനെ ഓരോന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം കേട്ട് അവരുടെ മനസ്സിൽ രൂപം വരുന്നുണ്ട്. അമ്മ എന്ന് പറഞ്ഞ സമയത്ത് സുഹൃത്തുക്കൾ പറഞ്ഞു, നമ്മൾ 1-ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ ഒരു അമ്മയുടെ ചിത്രം, അമ്മയുടെയും കുഞ്ഞിൻ്റെ കവിത, അതിൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ അവരുടെ സ്വന്തം അമ്മമാരെക്കുറിച്ച് അവർക്ക് ചിന്ത വന്നു. പിന്നെ ഞാൻ പറഞ്ഞു പ്ലാറ്റിപ്പസ് എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ സാധാരണക്കാരായ ആളുകളാണ്. അവർക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. പ്ലാറ്റിപ്പസ് എന്ന് പറഞ്ഞ സമയത്ത് അവർ നേരത്തെ എല്ലാം പെട്ടെന്ന് ഉത്തരം പറഞ്ഞിരുന്ന സുഹൃത്തുക്കൾ പെട്ടെന്നൊന്ന് സ്റ്റക്കായതിന് ശേഷം അങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും അത് സഞ്ചരിച്ച് അവരുടെ ചെവിയിലെത്തി, അവരുടെ ബ്രെയിനിൽ പോയി, അത് അവരുടെ ബ്രെയിനിലെ ലൈബ്രറിയിൽ സെർച്ച് ചെയ്യുകയാണ്. മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മുഴുവൻ അത് നാവിലൂടെ പിന്നെ പുറത്തേക്ക് വന്നു. ചന്ദ്രനെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, കുതിരയെക്കുറിച്ചൊക്കെ അവരെന്നോട് സംസാരിച്ചു. പ്ലാറ്റിപ്പസ് എന്ന് ഞാൻ പറയുന്ന സമയത്ത് ആ പ്ലാറ്റിപ്പസ് എന്ന് പറയുന്ന വാക്ക് അവരുടെ ചെവിയിലേക്ക് എത്തി. പെട്ടെന്ന് അവരുടെ ബ്രെയിനിൽ സെർച്ച് ചെയ്തിട്ട് പ്ലാറ്റിപ്പസിനെ കുറിച്ച് യാതൊരു അറിവും കിട്ടുന്നില്ല. അപ്പോൾ അവർ സ്റ്റക്കായി നിൽക്കുകയാണ്, പോസ് ചെയ്തുപോലെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു പ്ലാറ്റിപ്പസ്. അപ്പോൾ അവർ പറഞ്ഞു പ്ലാറ്റിപ്പസോ? അപ്പോൾ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ബ്രെയിൻ സെർച്ച് ചെയ്തിട്ട് പ്ലാറ്റിപ്പസിനെ കുറിച്ച് കിട്ടുന്നേ ഇല്ല. അവർ പറഞ്ഞു പ്ലാറ്റിപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആയതിനു ശേഷം പിന്നെ ചെയ്യുന്നത് ഗസ് ചെയ്യാണ്, പിന്നെ ഊഹിക്കുകയാണ്. നിലവിൽ ബ്രെയിനിൻ്റെ ലൈബ്രറിയിലുള്ള ഇൻഫർമേഷൻസിനെ കൂട്ടിക്കലർത്തി ഈ പ്ലാറ്റിപ്പസ് കൈ കിട്ടുന്നില്ല. പ്ലാറ്റിപ്പസ് കിട്ടാത്ത സ്ഥിതിക്ക് പ്ലാറ്റിപ്പസിനോട് തുല്യമായ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ബ്രെയിൻ സെർച്ച് ചെയ്യാണ്. അപ്പോൾ അവർ പിന്നെ അവർ ഊഹിക്കാൻ തുടങ്ങി. ചിലർ ചോദിച്ചു അതൊരു ഹോളിവുഡ് നടനാണോ? കാരണം ബ്രെയിൻ ഊഹിക്കുകയാണ്, ബ്രെയിനിന് അറിഞ്ഞൂടാ. പ്ലാറ്റിപ്പസ് എന്താണെന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന അവരുടെ ബ്രെയിനിന് അറിഞ്ഞൂടാ. അവരുടെ ബ്രെയിനിൽ അങ്ങനെ ഒരു സാധനം എത്തിയിട്ടില്ല. അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്കത് ഓർമ്മയില്ല. അവരത് പണ്ടേ ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഡിലീറ്റഡ് ആണ്. അവർക്കതിനെക്കുറിച്ച് അറിയില്ല. അപ്പം പറയുന്നത് ഹോളിവുഡ് നടനാണോ, അത് ഏതെങ്കിലും നക്ഷത്ര സമൂഹമാണോ, അത് ഏതെങ്കിലും വ്യക്തിയാണോ, അത് ഏതെങ്കിലും ഒരു മോഡലാണോ, അങ്ങനെ പലതും അത് ഏതെങ്കിലും ഒരു ചെടിയാണോ, പലതും അവർ ഊഹിക്കാൻ തുടങ്ങി. ഇത്രയും പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ അവരുടെ ബ്രെയിൻ പെട്ടെന്നത് അനലൈസ് ചെയ്യുകയും ബ്രെയിനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുകളെ നാവ് വഴി
നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ അവർക്ക് ഇതിനു മുമ്പ് അറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവുകയും പിന്നീട് ബ്രെയിൻ ഉള്ള അറിവുകളെ വെച്ച് അതിനെ എന്ത് ചെയ്യുന്നു, ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം അവൻ്റെ തലയിലില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവൻ ഊഹിച്ച് ചിലർ പറഞ്ഞു ഒരു ഇംഗ്ലീഷ് മോഡലാണെന്ന് പറഞ്ഞു, ചിലർ ഹോളിവുഡ് നടനാണെന്ന് പറഞ്ഞു, ചിലർ നക്ഷത്ര സമൂഹമാണെന്ന് പറഞ്ഞു, ചിലർ ചെടിയുടെ പേരാണെന്ന് പറഞ്ഞു. പലരും പല അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. എന്തുകൊണ്ട്? അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് അവരെന്ത് ചെയ്യാണ്, ഊഹിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര, ഞാൻ കുറച്ച് ക്ലൂ തരാം, അതിനെക്കുറിച്ച് കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞുതരാം, അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞുതരാം. അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് നോക്കണം. നിങ്ങളുടെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്ലാറ്റിപ്പസ് ഒരു ജീവിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ജീവി എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ജീവികൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. കോമൺ ആയിട്ട് എല്ലാവരും പറഞ്ഞു ആ വാക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞു അതിൻ്റെ ചുണ്ട് താറാവിനെ പോലെ ഇരിക്കും. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, ചുണ്ട് താറാവിനെ പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞു, ചുണ്ട് താറാവിനെ പോലെ ഇരിക്കും, അത് വെള്ളത്തിൽ മീനിനെ പോലെ ഊളിയിട്ട് പോകും. അത് പാമ്പിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് കരയിലൂടെ പോകാനും സാധിക്കുന്ന ജീവിയാണ്. ചുണ്ട് താറാവിനെ പോലെയാണ്, മീനിനെ പോലെ വെള്ളത്തിലൂടെ ഊളിയിട്ട് വെള്ളത്തിൽ സഞ്ചരിക്കാൻ അതിന് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പാമ്പിനെ പോലെ ഇഴഞ്ഞത് ഭൂമിയിലൂടെ സഞ്ചരിക്കും. അപ്പോൾ തന്നെ അവർക്ക് ഇതെന്താണ് ഇങ്ങനെ, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. അതിനുശേഷം ഞാൻ പറഞ്ഞു, അത് മുട്ടയിടുന്ന ജീവിയാണ്. മുട്ടയിട്ട് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അത് മാറിടത്തിൽ നിന്നും പാല് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, താറാവിൻ്റെ ചുണ്ടാണ്, മീനിനെ പോലെ വെള്ളത്തിലാണ്, പാമ്പിനെ പോലെ കരയിലാണ്, മുട്ടയിട്ടുണ്ടാകുന്ന കുഞ്ഞിന് മാറിടത്തിൽ നിന്നും പാല് കൊടുക്കും, പോരാത്തതിന് അതിന് വിഷമുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ ഇതുവരെയുള്ള എല്ലാ ജീവജാലങ്ങളെയും വെച്ച് കോപ്പി പേസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മനസ്സിലിട്ട് നോക്കിയിട്ടും അവരുടെ ബുദ്ധിക്ക് ഇതിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവർ പറയുന്നത്, നീ തള്ളുകയാണ്, ഇങ്ങനെയൊരു ജീവി ഇല്ല. അവരെന്നോട് പറഞ്ഞത്, നീ തള്ളുകയാണ്, അങ്ങനെ ഒരു ജീവി ഇല്ല. കാരണം എങ്ങനെയാണ് ഒരു ജീവി വരിക? കുറച്ച് കൂട്ടത്തിൽ ഇത്തിരി ബുദ്ധിയുള്ള ആൾ പറഞ്ഞു, നീ പറഞ്ഞത് എന്തൊക്കെയാണ്? മുട്ടയിട്ടുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് മാറിടത്തിൽ നിന്ന് പാല് കൊടുക്കും, അത് തന്നെ ഒന്നാം തരം തള്ളാണ്. അത് പക്ഷിയാണോ? ചുണ്ട് പക്ഷിയെ പോലെ ഇരിക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രശ്നം, ഇതിന് നമ്മൾ ബേഡ്സിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഉരകവർഗ്ഗത്തെ പോലെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് ഉരകവർഗ്ഗത്തിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിക്കുമ്പോൾ അത് മുട്ടയിടുന്നതാണെന്ന് വിചാരിച്ചാൽ മാറിടത്തിൽ നിന്ന് പാല് കൊടുക്കുന്നതാണ്. അപ്പോൾ മാമൽസിലും ബേഡ്സിലും ഉരകവർഗ്ഗങ്ങളിലും മീൻ വർഗ്ഗങ്ങളിലും ഒന്നും ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. എല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെ വരുന്നു? ഇതൊരിക്കലും പോസിബിൾ അല്ല. ഇങ്ങനൊരു ജീവി ഈ ലോകത്തുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല മോനെ, ഞങ്ങൾ ഇത്രയും നാളും ജീവിച്ചിട്ട് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവരെല്ലാവരെയും വിളിച്ചിരുത്തി ഞാൻ കാണിച്ചു കൊടുത്തു, ഇതാണ് പ്ലാറ്റിപ്പസ് എന്ന് പറയുന്ന ജീവി. അത് കാണിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അവരോട് പ്ലാറ്റിപ്പസ് എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, യെസ്, പ്ലാറ്റിപ്പസ് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന് കഴിഞ്ഞു. അപ്പം നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത, നമ്മൾ മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത, നമ്മൾക്ക് സാധാരണയായി അറിവുള്ള കാര്യങ്ങളെക്കാളും വ്യത്യസ്തമായ രീതിയിലുള്ളൊരു വസ്തുവിനെ ചിന്തിച്ചെടുക്കുവാനോ രൂപമുണ്ടാക്കുവാനോ അതിനെ മനസ്സിലിട്ട് അതിൻ്റെ ഒരു ഭാവരൂപങ്ങളെ ചിന്തിച്ചതിന് യഥാർത്ഥ രൂപത്തിലേക്ക് കൊണ്ടുവരാനോ നമുക്ക് സാധിക്കില്ല. അത് മനുഷ്യൻ്റെ പോരായ്മയാണ്, അത് മനുഷ്യൻ്റെ കുറവാണ്. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ അടുത്ത് എങ്ങനെയാണ് ഒരു പുതിയ തലമുറ ഒരു ജീവിയിൽ നിന്നുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ സാധാരണക്കാരനായ ആൾ പറയാം, ഒരു സ്ത്രീയും പുരുഷനും ഇണചേർന്ന് പുതിയൊരു കുട്ടി ഉണ്ടായി എന്ന് പറയും. അതേസമയത്ത് നമ്മളവരോട് പറയുകയാണ്, അങ്ങനെയല്ല, ഒരു ജീവി രണ്ടായിട്ടങ്ങോട്ട് പിളർന്നങ്ങ് പോയി. ഒരു ജീവി രണ്ടായിട്ടങ്ങ് പിളർന്നിട്ട് ഒരു ജീവിയും പിളർന്നിട്ട് വേറൊരു ജീവിയും കൂടെ ഉണ്ടാവും. ഒരു ജീവി തന്നെ രണ്ടായിട്ട് പിളർന്ന് മാറും എന്ന് പറഞ്ഞാൽ അവർക്കത് ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധനം ഉണ്ടെന്നുള്ളത് പഠിച്ചത് ബോധ്യപ്പെട്ടതിന് ശേഷം നമുക്കറിയാം. ഇതുപോലെ നമ്മൾ അപ്പം സാധാരണക്കാരൻ എന്താ ചിന്തിക്കുക? കുഞ്ഞുണ്ടാവുന്ന സാധാരണ ഇണ ചേർന്നിട്ടാണ്, സ്ത്രീയും പുരുഷനും ഇണ ചേർന്നാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ അവനറിയൂ. അപ്പം അവനോട് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞാൽ അവന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതുപോലെ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നോർമലൈസ് ചെയ്ത് ഇങ്ങനെ തന്നെ ഉണ്ടാവുമോ? ഇപ്പം നമ്മളെല്ലാവരും നിർമ്മിക്കപ്പെട്ടവരാണ്. നമ്മൾ കാണുന്നത് നിർമ്മിക്കപ്പെട്ട വസ്തുക്കളെയാണ്. എൻ്റെ മുമ്പിലൊരു മേശയുണ്ട്. ആ മേശ ഞാൻ നോക്കുമ്പോൾ കൃത്യമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലാവും. ഒരു ആശാരി നിർമ്മിച്ചതാണ് അല്ലേ? എൻ്റെ മുമ്പിലുള്ള കതക്, ഞാനിരിക്കുന്ന കെട്ടിടം, എൻ്റെ മുമ്പിലൂടെ ഓടുന്ന കാറ്, അങ്ങനെ നമ്മൾ കണ്ടതെല്ലാം നിർമ്മിക്കപ്പെട്ടതാണ്. എന്നാൽ ആ നിർമ്മിച്ച
ആ നിർമ്മിച്ച മനുഷ്യനുണ്ടല്ലോ, ആ നിർമ്മിച്ച മനുഷ്യനുണ്ടായത് മറ്റൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നാണ്. അങ്ങനെ പോകുമ്പോൾ മനുഷ്യൻ കാണുന്നതെല്ലാം നിർമ്മിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാകുമ്പോൾ, ഇനി അഥവാ മനുഷ്യൻ്റെ ശരീരത്തിലെ ജനിതക ഘടനകൾ പഠിക്കുമ്പോൾ അതിനും ഒരു ആസൂത്രണം ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ മനുഷ്യന് വരുന്നൊരു കൺഫ്യൂഷൻ. അവൻ കണ്ടതെല്ലാം നിർമ്മിക്കപ്പെട്ട വസ്തുക്കളാകുമ്പോൾ അവനെയും നിർമ്മിച്ച ഒരു ശക്തി ഉണ്ടെന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ കോമൺ ആയിട്ട് വരുന്നൊരു മാനസിക ചിന്തയാണ്, അപ്പോൾ അതിനെ നിർമ്മിച്ചത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതല്ല മോനെ, നിർമ്മിക്കപ്പെടാത്ത ഒരു വസ്തുവിൽ നിന്നും സ്ഥായിയായി എന്നും നിലനിന്നിരുന്ന, ഒരിക്കലും നശിക്കാത്ത, എന്നും നിലനിൽക്കുന്ന, ഒരിക്കലും നാശമില്ലാത്ത, എല്ലാ കാലവും നിലനിൽക്കുന്ന, തുടക്കമോ അവസാനമോ ഇല്ലാത്ത, മാറ്റങ്ങൾ വരാത്ത, എന്നും നിലനിൽക്കുന്ന ഒരു കാര്യത്തിൽ നിന്നുമാണ് നമ്മൾ പുറപ്പെട്ടിട്ടുള്ളത്. നമ്മളെല്ലാം പുറപ്പെട്ട ആ കേന്ദ്ര ഉറവിടം, ആ ഉറവിടം എന്നും നിലനിൽക്കുന്നതാണ്. അത് തുടങ്ങിയതുമല്ല, അവസാനിക്കുന്നതുമല്ല, മാറ്റം വരുന്നതുമല്ല, എന്നും നിലനിൽക്കുന്നതാണ് എന്ന് പറയുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ അങ്ങനൊരു സാധനത്തിന് അവൻ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനൊരു സാധനത്തിന് അവൻ കാണണ്ടേ? സൃഷ്ടിക്കപ്പെട്ടതല്ലാത്തൊരു വസ്തുവിനെ അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ടും സൃഷ്ടിയല്ലാത്ത ഒന്നിനെയും അവൻ ഇതുവരെ അവൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഫീൽ ചെയ്ത് മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് സൃഷ്ടിക്കപ്പെടാത്തതും എന്നെന്നും നിലനിൽക്കുന്നതും തുടക്കവും അവസാനവും ഒന്നും ഇല്ലാത്ത ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ അവൻ്റെ ബ്രെയിനിന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. അത് നമ്മുടെ ബ്രെയിനിൻ്റെ പോരായ്മയാണ്. നേരത്തെ പ്ലാറ്റിപ്പസിൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ ബേഡുമല്ല, റെപ്റ്റൈൽ വർഗത്തിൽ പെട്ടതുമല്ല, മാമൽസിൽ പെട്ടതുമല്ല, ഒന്നിലും ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഒരു ജീവി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും പിന്നീട് അത് കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയ ശേഷം ഓക്കെ ഞാനതിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ, അപ്പോൾ അത്രയും നേരം അവൻ നിഷേധിച്ചത് മുഴുവൻ ഉള്ള ഒരു കാര്യത്തിൽ തന്നെയാണ്. അവനത് കണ്ടു ബോധ്യപ്പെട്ടപ്പോൾ മാത്രമാണ് അവന് മനസ്സിലായത്. പക്ഷേ നമ്മളെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രകൃതിയിൽ നിർമ്മിക്കപ്പെട്ട വസ്തുവാണ്. ഈ പ്രകൃതിയിൽ നിർമ്മിക്കപ്പെട്ട നമ്മൾ ഈ പ്രകൃതിയിലെ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ഉപകരണത്തെ നിർമ്മിച്ച് നമ്മളിവിടെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ തന്നെ അനലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട നമ്മൾ പ്രകൃതി കൊണ്ടുള്ള വസ്തുക്കളെ ഉപയോഗിച്ച് ഒരു ഉപകരണം നിർമ്മിച്ച് അതുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതും ഈ പ്രകൃതിയെ തന്നെയാണ്. ഈ പ്രകൃതിക്ക് പുറത്തുള്ള ഒന്നിനെ നമുക്ക് അതുകൊണ്ട് അനലൈസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ആ ഉറവിടം ഈ പ്രകൃതിക്ക് പുറത്തുള്ളതാണ്. അതിനൊരിക്കലും നമുക്ക് നേരിട്ട് ചെന്ന് കണ്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി അതിനെ തൊട്ട് രുചിച്ച് അറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ്റെ ബ്രെയിനിന് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. വെള്ളത്തിലില്ലാത്ത ഒരു വസ്തുവിനെ വെള്ളത്തിൽ മുങ്ങിത്തപ്പുന്നത് പോലെയാണ് പ്രകൃതിയിൽ ഇല്ലാത്ത ഒരു വസ്തുവിനെ പ്രകൃതിയുടെ ഉള്ളിൽ തപ്പുന്നത്. പ്രകൃതി ദൈവത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത ആളെ തപ്പുന്നത് വിഡ്ഢിത്തരമാണ്, മണ്ടത്തരമാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ ലക്ഷണവും ഒരു പ്രൊഡ്യൂസറിൻ്റെ ലക്ഷണവും രണ്ടും രണ്ടാണ്. ചിത്രകാരൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ചിത്രത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ പോരായ്മകളെ മനസ്സിലാക്കാൻ സാധിക്കും.